ഇത്രയും കാലം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ പീഠം എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, അത് എവിടെ പോയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇത്രയും കാലം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അയാളുടെ സഹോദരന്റെ വീട്ടിൽ നിന്നും മിനിഞ്ഞാന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് എല്ലാവരും പറ്റിയത് എന്താണ് മിനിസ്റ്റർക്കാരന് പറയാനുള്ളത്? അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതിന്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലെ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പീഠം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. അത് സംബന്ധിച്ച് റിപ്പോർട്ട് സ്വാഭാവികമായി നാളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വീണ്ടും റിപ്പോർട്ട് കൊടുത്ത് കേസ് പരിഗണിക്കപ്പെടുകയാണ്. കോടതി അത് സംബന്ധിച്ച് വ്യക്തമായ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും അതിന്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. ഏതായാലും ബഹുമാനപ്പെട്ട കോടതി അതിലെന്ത് നാളെ പറയുന്നു എന്നതിനെ ആസ്പദമാക്കി ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, മീഡിയ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, ഈ ശബരിമലമായിട്ടുള്ള എല്ലാ ഇടപാടുകളും എല്ലാ കാര്യം ചെയ്തിരുന്നത് തന്റെ സുഹൃത്തായ വാസുദേവൻ വഴിയാണെന്ന് പറയുന്നുണ്ട്. ഈവൻ അദ്ദേഹത്തിന്റെ മെയിൽ അയക്കുന്ന പോലും വാസുദേവനാണ്. എന്നിട്ട് ആണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഈ വാസുദേവന്റെ വീട്ടിൽ ഈ കഴിഞ്ഞ 4 വർഷമായി ഇത് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നത്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരിൽ ഭാഗത്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. നാളെ കോടതിക്ക് അത് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിൽ എന്ത് കാര്യമാണ് നാളെ പറയുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. നിശ്ചയമായും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഒരു വിഷയം വന്നാൽ, ഇപ്പോൾ മുമ്പ് അടിയന്തര പ്രമേയമായിട്ട് പ്രതിപക്ഷം സഭയിൽ വന്നപ്പോഴും അന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ റൂൾ ചെയ്തത് കോടതി മുമ്പാകെ ഇരിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് 30-ാം തീയതി വീണ്ടും അവധിക്ക് വെച്ചിരിക്കുന്ന ഒരു വിഷയം, അന്വേഷണത്തിൽ ഉത്തരവിട്ടൊരു കേസും ഇവിടെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് ശരിയല്ല എന്നുള്ള ശരിയായൊരു നിലപാടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ തന്നെ എടുത്തത്. ഞാനും വന്ന് ഈ കാര്യത്തെ സംബന്ധിച്ചോളം സൂചിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട കോടതി തന്നെ അത് കണ്ടെത്തും. അതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ. ഇപ്പം അത് വ്യക്തമായി. നമ്മൾ സംശയിച്ച പോലെ തന്നെ അതിന്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നു. അത് നമുക്ക് നാളെ കോടതിയുടെ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ പരിഗണിച്ചതിന് ശേഷം പുറപ്പെടുവിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭാവി ഗവൺമെന്റ് കാര്യങ്ങൾ ആലോചിക്കാം.